ക്രിസ്ത്യൻ സഭകൾ കാണിച്ച ചരിത്രപരമായ മണ്ടത്തരമാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിദേശ സംഭാവന നയതന്ത്ര ചട്ടം ഭേദഗതി ബില്ലിനെ അനാവശ്യമായി എതിർത്തത്. ബില്ലിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയെന്ന് പറഞ്ഞുള്ള ക്രിസ്ത്യൻ മത പുരോഹിതരുടെ പരിഹാസവും പുച്ഛവും അത് കലർന്ന പ്രതികരണങ്ങളും. സത്യത്തിൽ നിങ്ങൾ മണ്ടന്മാരാണോ അതോ ആരുടെയൊക്കെയോ കൈകളിൽ പാവകളാണോ? FCRA നിയമ ഭേദഗതി ബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ആ ഒരു മൂർധന്യ അവസ്ഥയിൽ അവതരിപ്പിക്കാൻ BJPയും കേന്ദ്രവും കൈക്കൊണ്ട തീരുമാനത്തിൽ നിന്ന് തന്നെ അവിടെ നിന്ന് മനസ്സിലാക്കാം അവർക്ക് രാജ്യ താല്പര്യം മാത്രമാണ് അവർ സംരക്ഷിക്കുന്നത് എന്നത്. ഈ ഒരു അഭിപ്രായമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് പങ്കുവച്ചിരിക്കുന്നത്. ജനാധിപത്യ സർക്കാരിനെ കൊണ്ട് നിയമം പാസാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലാപമുണ്ടാക്കുന്നത് ക്രിസ്ത്യൻ സഭകൾ മാത്രമാണ്. ഏറ്റവും കൂടുതൽ വിദേശ സഹായം കിട്ടുന്നത് ഹിന്ദു സിഖ് സംഘടനകൾക്കാണ്. അവർക്കില്ലാത്ത കുഴപ്പമാണ് ക്രിസ്ത്യൻ പുരോഹിതർക്കെന്നും അദ്ദേഹം കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് പരിശോധിച്ചാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ക്രിസ്ത്യൻ സഭകൾ കാണിച്ച ചരിത്രപരമായ മണ്ടത്തരമാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിദേശ സംഭാവന നയതന്ത്ര ചട്ടം ഭേദഗതി ബില്ലിനെ അനാവശ്യമായി എതിർത്തത്. ഹിന്ദു, മുസ്ലിം, സിഖ്, ജൈന, ബുദ്ധ വിഭാഗങ്ങൾക്ക് എല്ലാ ബാധകമായ നിയമമാണ് ഇതെന്നത് ഓർക്കണം. ജനാധിപത്യ സർക്കാരിനെ കൊണ്ട് നിയമം പാസാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലാപം ഉണ്ടാക്കുന്നത് ക്രിസ്ത്യൻ സഭകൾ മാത്രമാണ്. ഏറ്റവും കൂടുതൽ വിദേശ സഹായം കിട്ടുന്നത് ഹിന്ദു സിഖ് സംഘടനകൾക്കാണ്. അവർക്കില്ലാത്ത കുഴപ്പമാണ് ക്രിസ്ത്യൻ പുരോഹിതർക്ക്. ഇത് കൂടാതെ തന്നെ കേരളത്തിലെ പ്രതിഷേധം കാരണം വിദേശ സംഭാവന നയതന്ത്ര ചട്ടം ഭേദഗതി ബില്ലിനെ കേന്ദ്ര സർക്കാർ പിന്മാറി എന്ന് പറഞ്ഞുള്ള ക്രിസ്ത്യൻ മത പുരോഹിതരുടെ പരിഹാസവും പുച്ഛവും കലർന്ന പ്രതികരണങ്ങളും. സത്യത്തിൽ നിങ്ങൾ മണ്ടന്മാരാണോ അതോ ആരുടെയൊക്കെയോ കൈകളിൽ പാവകളാണോ? FCRA നിയമ ഭേദഗതി ബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മൂർധന്യ അവസ്ഥയിൽ അവതരിപ്പിക്കാൻ BJPയും കേന്ദ്രവും കൈക്കൊണ്ട തീരുമാനത്തിൽ നിന്ന് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർക്ക് രാജ്യ താല്പര്യം മാത്രമാണുള്ളതെന്നത്. വോട്ട് ബാങ്ക് ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം കളിക്കുന്ന ക്രിസ്ത്യൻ പുരോഹിതന്മാർ കരുതുന്നത് BJPക്ക് സഭകളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഭരണം നടത്താൻ കഴിയൂ എന്നതൊക്കെയാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ സഭകൾ BJPയുടെ പിന്തുണയ്ക്ക് വേണ്ടി പുറകെ നടക്കാൻ പോകുന്ന കാലമാണ് വരാൻ പോകുന്നത്. രാജ്യത്ത് മണ്ഡല പുനർനിർമ്മാണം അടുത്ത പൊതു തിരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഉണ്ടാകും. 1971 ശേഷം ഇന്ത്യയിലെ പാർലമെന്റ് സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന ആ ഒരു സെൻസസിന് ശേഷമോ അല്ലെങ്കിൽ 2011 ജനസംഖ്യ വെച്ചോ ആകും ദേശീയ തലത്തിൽ മണ്ഡല പുനർനിർണയം നടക്കുക. അതിന്റെ ബിൽ ഉടൻ തന്നെ വരും. അതോടുകൂടി തന്നെ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങൾ മാത്രം മതിയാകും BJPക്ക് ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ. ബോണസായി തെക്ക് നിന്ന് കർണാടകയും വടക്ക് കിഴക്ക് ആസാമും പിന്നെ ഒഡീഷയും ബംഗാളും. അല്ലെങ്കിൽ തന്നെ ക്രിസ്ത്യൻ സഭകൾ പിന്തുണച്ചിട്ടാണോ ഇന്ത്യയിൽ BJP ഭരണം നടത്തുന്നത്? കേരളത്തിൽ പോലും BJP തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് ക്രിസ്ത്യൻ സഭകളുടെ എതിർപ്പ് അതിജീവിച്ചുകൊണ്ട് തന്നെയാണ്. തൃശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ 100 കണക്കിന് കുടുംബ സമ്മേളനങ്ങളാണ് ക്രിസ്ത്യൻ സഭാ നേതൃത്വം നടത്തിയത്. പക്ഷേ സുരേഷ് ഗോപി ജയിച്ചാൽ അത് സഭയുടെ അക്കൗണ്ടിൽ ചേർത്തു. തിരുവനന്തപുരത്ത് BJPയെ തോൽപ്പിക്കാൻ അവിടെ പരസ്യമായി മെത്രാൻ ആഹ്വാനം ചെയ്തിരുന്നു. അവിടെയും BJP വിജയിച്ചിരുന്നുവെങ്കിൽ അത് സഭയുടെ അക്കൗണ്ടിൽ ചേർത്തേനെ. BJPക്ക് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും സഭയ്ക്ക് സ്വാധീനമുള്ള ഒരിടത്ത് പോലും വിജയിക്കരുതേ എന്നതാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെ വന്നാൽ ഇപ്പോൾ BJPയെ പരസ്യമായി എതിർക്കുന്ന ക്രിസ്ത്യൻ സഭകൾ ആ വിജയത്തിന് ക്രെഡിറ്റ് എടുക്കും, മുന്നിൽ നിൽക്കും. അതായത് ഈ ക്രെഡിറ്റ് എടുക്കാൻ അവർ മുന്നിൽ നിൽക്കും. BJP അടുത്ത 30 വർഷമെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ദേശീയ പാർട്ടിയാണ്. 3ാം തലമുറയിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ അവരുടെ ദേശീയ പ്രസിഡന്റ് എന്നത് ഓർക്കണം. FCRA നിയമ ഭേദഗതി ബില്ലിന് സർക്കാർ പിന്മാറിയെന്നല്ല, താൽക്കാലികമായി തന്നെ മാറ്റിവെച്ചു എന്നതാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായ സന്ദേശം തന്നെയാണ്. നിങ്ങൾ തിരഞ്ഞെടുപ്പും വോട്ട് ബാങ്കും പറഞ്ഞ് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണത്തെ എതിർക്കുന്നു. അതായത് പക്ക ബ്ലാക്ക്മെയിലിംഗ്. അതിൽ നിങ്ങൾ വിജയിച്ചു എന്ന് കരുതി ആഘോഷിക്കുന്നു, BJPയെ പരിഹസിക്കുന്നു. BJPയുടെ സ്ഥാപക നേതാവും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ 1996 വിഖ്യാതമായ പാർലമെന്റിലെ പ്രസംഗമുണ്ട്. സർക്കാരുകൾ വരികയും പോവുകയും ചെയ്യുന്നു, പാർട്ടികൾ ഉയർന്നു വരികയും ഇല്ലാതാകുകയും ചെയ്യുന്നു. പക്ഷെ ഈ രാജ്യം നിലനിൽക്കണം, അതിന്റെ ജനാധിപത്യം ശാശ്വതമായി തന്നെ നിലനിൽക്കണം. സാക്ഷാൽ അവിടെ വാജ്പേയിയുടെ അനുയായികൾ തന്നെയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനാധിപത്യ സർക്കാരിനെ കൊണ്ട് രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമം പാസാക്കാൻ ഒരു വിഭാഗം ക്രിസ്ത്യൻ പുരോഹിത വർഗം അനുവദിക്കില്ല എന്നുള്ളത് ആ ഒരു സാഹചര്യം എങ്ങനെ നേരിടണമെന്ന് അവർക്ക് നന്നായി അറിയാം. ഇതെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നുമുണ്ട് എന്നതാണ് മറക്കരുത്.
FCRA നിയമ ഭേദഗതിയിൽ ഏതെങ്കിലും മാറ്റങ്ങൾ നിർദ്ദേശിക്കാനുള്ള സാഹചര്യം സഭയ്ക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിന് ശ്രമിക്കാതെ സഭാ നേതൃത്വം രാഷ്ട്രീയം കളിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി. വെല്ലുവിളികളും ബ്ലാക്ക് മെയിലിങ്ങും അതുപോലെ തന്നെ പരിഹാസവും ഉയർത്തുമ്പോൾ BJP പ്രതികരിക്കില്ല എന്നതാണോ കരുതുന്നത്? നിങ്ങളുടെ ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം കണ്ട് BJP ഭയന്നു എന്നാണോ കരുതുന്നത്? ഒരിക്കലും പറ്റില്ല എന്ന് കരുതിയോ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. അതേപോലെ തന്നെ രാമജന്മഭൂമി വിഷയം അവിടെ പരിഹരിച്ചു. പൗരത്വ നിയമം നടപ്പിലാക്കി വരുത്തി. ട്രിപ്പിൾ തലാഖ് അവിടെ നിയമവിരുദ്ധമാക്കി. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കി തുടങ്ങി. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന മാവോയിസം എന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പൂർണ്ണമായും തുടച്ചു നീക്കി. ഇതൊക്കെ അവിടെ പൂ പറിക്കുന്ന ലാഘവത്തോടെ ചെയ്തവരോടാണ് ദേവലോകത്തും അവിടെ കാക്കനാടും പാലായിലും പട്ടത്തുമൊക്കെ ഇരുന്നു കൊണ്ട് വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തതെന്നത് ഓർക്കുമ്പോൾ അത് ഇത്തരത്തിൽ ഓർക്കുന്നത് അത് നല്ലതായിരിക്കുമെന്നാണ് അദ്ദേഹം പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.